രണ്ട് വലിയ ഹോം ലോൺ ബാധ്യതകൾ ഉണ്ടായിരുന്ന ഞാൻ KSFE-യിലുള്ള മുടക്കച്ചിട്ടികൾ ചേർന്നിട്ട് ആ രണ്ട് ലോണുകളും ക്ലോസ് ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മൾക്ക് കഴിഞ്ഞ വർഷം സ്റ്റോക്കുകളുടെ സ്വിംഗ് ട്രേഡിംഗ് വഴി കിട്ടിയ ലാഭവും കൂടെ ഉപയോഗിച്ചിട്ടായിരുന്നു ആ രണ്ട് ലോണുകൾ നമ്മൾ ഒഴിവാക്കിയത്. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മറ്റൊരു പ്രോപ്പർട്ടി ലോണിൽ വാങ്ങി അതിലൊരു വീട് പണിയാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് ലോൺ വളരെ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ അതേ സ്ഥാപനത്തിനെ തന്നെയാണ് നമ്മൾ ഹോം ലോണിനായിട്ട് സമീപിച്ചത്. അപ്പോൾ അവര് നമുക്ക് 60 ലക്ഷം രൂപ ലോൺ തന്നു. ചുമ്മാ ലോൺ നമുക്ക് അനുവദിച്ച് തന്നുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മളുടെ മനസ്സിൽ ലോൺ അനുവദിച്ചത് കൊടുത്ത് തീർക്കാനുള്ള പരിപാടി എന്താണെന്ന് നമ്മൾ അറിയണല്ലോ. അത് ഇൻട്രസ്റ്റ് അടക്കം കൊടുത്തു തീർക്കാനുള്ള പരിപാടി എന്താണെന്ന് അറിയണല്ലോ. 15 വർഷമാണ് ലോണിന്റെ കാലാവധി ആയിരുന്നത്. അപ്പൊ അത് തിരിച്ചടയ്ക്കുമ്പോൾ ഈ 60 ലക്ഷം രൂപ മൊത്തത്തിൽ എടുത്തിട്ട് തിരിച്ചടയ്ക്കുക, 15 വർഷം എടുത്തിട്ട് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ 1,20,00,000 ഒക്കെ നമുക്ക് ചെലവ് വരും എന്നുള്ളത് നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതായത് ലോൺ നമ്മൾ ഏകദേശം ഒരു 15 വർഷമായി കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചടയ്ക്കുന്ന തുക പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ലോൺ തുകയുടെ ഇരട്ടിയായി മാറും എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അതായത് അതേ എമൗണ്ടിലോളം നമ്മൾ പലിശയായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ 60 ലക്ഷം രൂപ 1,20 1,20,00,000 രൂപയായിട്ട് തിരിച്ചടക്കുക എന്ന് പറഞ്ഞാൽ, അതും ഒരു ജോലി ഏകദേശം അവസാനിപ്പിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ ഉള്ള ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് 15 വർഷം കൊണ്ട് 1.5 കോടി അടച്ചു തീർക്കുക എന്നുള്ള ഒരു രീതി എനിക്ക് പേഴ്സണലി അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യമുള്ള എമൗണ്ട് മാത്രം ലോൺ എടുക്കുക എന്നുള്ള ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഇതൊരു വീട് പണിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ലോണാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ വീട് പ്ലോട്ടായിട്ട് വാങ്ങിയിട്ട് അതിലൊരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്ലോട്ടായിട്ട് വാങ്ങിയ ലോണിൽ ഒരു 15 ലക്ഷം രൂപ നമ്മൾ അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ആ 15 ലക്ഷം രൂപ ഈ ലോൺ വെച്ച് ക്ലോസ് ചെയ്യുക എന്നുള്ള രീതിയാണ് ആദ്യം ചെയ്തത്. ബാക്കി ഒരു 15 ലക്ഷം രൂപ കൂടെ എടുത്ത് നമ്മളുടെ തുടക്കത്തിലുള്ള പണികൾ നമ്മൾ ആരംഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ 60 ലക്ഷം രൂപ നമ്മളുടെ ലോൺ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ 30 ലക്ഷം രൂപയാണ് നമ്മൾ ഇപ്പൊ എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇതോടുകൂടി ലോൺ മതി എന്ന് ഈ ബാങ്കിനോട് ഞാൻ പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് ഓൾറെഡി ഒരു ക്രെഡിറ്റ് ലൈൻ അനുവദിച്ച് തന്നിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള ഒരു മണ്ടത്തരം നമ്മൾ ഒരിക്കലും കാണിക്കരുത്. നമുക്ക് ലോൺ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്, അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു 8.4% ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു ഹോം ലോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെ നല്ലൊരു പ്രൊപ്പോസിഷൻ ആണ്. നമ്മൾക്ക് ഒരു 30 ലക്ഷം രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ വെച്ചിട്ടുള്ള പോലെയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് 60 ലക്ഷം രൂപ ലോൺ തന്നതിൽ 30 ലക്ഷം രൂപ ഉപയോഗിച്ച് നമ്മൾ വീട് പണിയെല്ലാം നടത്തി ബാക്കി 30 ലക്ഷം രൂപ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പൊ വീട് പണി ചെയ്യാനുള്ള ബാക്കിയുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നുള്ള ലാഭവും മറ്റുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളും വഴിയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ കയ്യിലുള്ള ഒരു ചെറിയൊരു ചിട്ടി കൂടെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ലോൺ കിട്ടുന്നത് എത്ര രൂപയ്ക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ തിരിച്ചടവിനെ പറ്റി എപ്പോഴും നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് കിട്ടുന്ന ലോൺ മുഴുവൻ എടുത്ത് അങ്ങ് ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതിന് പകരം കെയർഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോൾ മാക്സിമം ഈ 30 ലക്ഷം രൂപ ബാക്കിയുള്ളതിൽ ചിലപ്പോൾ ഒരു 10-15 ലക്ഷം രൂപ കൊണ്ട് നമ്മളുടെ വീട് പണി ഏകദേശം തീരും എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു ബാധ്യത എന്ന് പറയുമ്പോൾ ഒരു 40 ലക്ഷം രൂപയൊക്കെ ബാധ്യത വരുള്ളൂ. ബാക്കി 20 ലക്ഷം രൂപ നമ്മൾ മിക്കവാറും സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ തന്നെ ഒഴിവാക്കി വിടാനാണ് പതിവുള്ളത്. അപ്പോൾ നമ്മളുടെ മൊത്തം ലോൺ ബാധ്യത ഈ 40 ലക്ഷം രൂപ അല്ലെങ്കിൽ 45 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് തീർക്കാൻ കണ്ടിട്ടുള്ള മാർഗം എന്താണെന്നാണ് പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഒരു ലോങ് ഡ്യൂറേഷനിലേക്കുള്ള 100 മാസത്തിന്റെ ഒരു 25,000 രൂപ വെച്ച് 25 ലക്ഷം രൂപ സലയുള്ള ഒരു മുടക്കച്ചിട്ടി ചേർന്നിട്ടുണ്ട്. അതിപ്പോ ഏകദേശം ഒരു 48 മാസമായിട്ടുണ്ട്. 48 മാസം ഇപ്പോൾ അത് ഏകദേശം വിളി പോകുന്നത് 18 ലക്ഷം രൂപയ്ക്കോ മറ്റോ ആണ്. അപ്പോൾ അതൊരു 19-20 ലക്ഷം രൂപയ്ക്ക് വിളിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ചിട്ടി വിളിച്ചെടുത്ത്
നമ്മളുടെ കയ്യിലുള്ള സ്വർണമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അതിന് ഈടായിട്ട് കൊടുത്തുകൊണ്ട് ആ 20 ലക്ഷം രൂപയുടെ ബാധ്യത പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ 15 വർഷം കൊണ്ട് ഈ 20 ലക്ഷം രൂപ അടച്ചു തീർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 40 ലക്ഷം രൂപയുടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പൈസ നമുക്ക് നഷ്ടം വരുന്നുണ്ട്. അതിന് പകരമായിട്ട് ഈ 20 ലക്ഷം രൂപ നമ്മൾ ഇപ്പോഴേ മുൻകൂറായിട്ട് അടച്ചു തീർത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുൻകൂറായിട്ട് ഈ പൈസ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു 19.5 അല്ലെങ്കിൽ 20 ലക്ഷം രൂപ കയ്യിൽ കിട്ടുന്ന ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ ഞാനത് ആ സമയത്ത് വിളിച്ചെടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ 40 ലക്ഷം രൂപ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ ഉണ്ടാവുന്നതിൽ ഏകദേശം പകുതി അതിൽ തീരും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഫാമിലി പോർട്ട്ഫോളിയോയിൽ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു UP പവർ കോർപ്പറേഷന്റെ ഒരു ബോണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാം. ആ UP പവർ കോർപ്പറേഷന്റെ ബോണ്ടിന് 9.6% മറ്റാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. 3 മാസം കൂടുമ്പോൾ ഏകദേശം 25,000 രൂപയോളം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ആ UP പവർ കോർപ്പറേഷന്റെ ബോണ്ട് മെച്ചൂർ ആവുന്നത് 2027 2-3 വർഷത്തിന് ശേഷമാണ് ആ പവർ കോർപ്പറേഷന്റെ ബോണ്ട് മെച്ചൂർ ആവുന്നത്. ആ സമയത്ത് നമ്മളുടെ ലോണിലേക്ക് അത് തിരിച്ചടയ്ക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായേക്കാവുന്ന 40 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപ ചിട്ടി വഴിയും 10 ലക്ഷം രൂപ ബോണ്ട് വഴിയും നമ്മൾ ഒഴിവാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. മറ്റൊന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജോലിയുടെ കാര്യങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ വർഷവും അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഒരു 3-4 അല്ലെങ്കിൽ 5 ലക്ഷം രൂപയൊക്കെ ബോണസ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ബോണസ് കിട്ടുന്നത് നമ്മൾ ഈ ലോണിലേക്ക് പ്രീപേയ്മെന്റ് ആയിട്ട് അടയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 3 വർഷം ഒരു 5 ലക്ഷം രൂപ വെച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 ലക്ഷം രൂപയും കൂടെ ഈ ലോണിലേക്ക് തിരിച്ചടയ്ക്കുക. അപ്പോൾ ആ 15ഉം നേരത്തെ വന്നിട്ടുള്ള ചിട്ടിയുടെ 20ഉം പിന്നെ ബോണ്ടിന്റെ ഒരു 10ഉം കൂടെ 40-45 ലക്ഷം രൂപ നമുക്ക് ലോണിലേക്ക് തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് 2027 തന്നെ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഈ ലോൺ തിരിച്ചടയ്ക്കാനുള്ള പ്ലാൻ. അതുകൊണ്ട് തന്നെ വലിയൊരു റിസ്ക് ഇല്ലാതെയാണ് നമ്മൾ ഈ ലോൺ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോൺ എടുക്കുന്നത് നമ്മൾ അതിന്റെ തിരിച്ചടവ് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ലോൺ എടുക്കുക. ആ ലോൺ എടുത്തിട്ട് നമ്മൾക്ക് ഒരു ലംസമായിട്ടുള്ള തുക കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലോൺ അതിലേക്കുള്ള തിരിച്ചടവ് നടത്തിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല നമ്മൾ ഈ ലോൺ തിരിച്ചടയ്ക്കുന്നത് എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള കാര്യവും കൂടെ നോക്കുക എന്നുള്ളതാണ്. ഇപ്പം കൺവെൻഷനലി ഹോം ലോണുകൾ തീർക്കാനുള്ള മാർഗങ്ങളായിട്ട് ആളുകൾ പറഞ്ഞു തരാറുള്ളത് എന്താണ്, ഒരു ഇൻസ്റ്റാൾമെന്റ് അഡീഷണൽ അടയ്ക്കുക, അല്ലെങ്കിൽ എല്ലാ മാസവും കുറേശ്ശെ കൂട്ടി അടയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് അതോടൊപ്പം തന്നെ SIP എന്നുള്ള രീതിയിൽ ഇടുക എന്നുള്ള കൺവെൻഷനൽ ആയിട്ടുള്ള രീതി പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. പക്ഷെ ഈ വീഡിയോയിൽ ഞാൻ 2-3 തരം അസറ്റുകൾ, അതായത് ചിട്ടി പോലുള്ള ഒരു സംവിധാനം, ബോണ്ട് പോലുള്ള മറ്റൊരു സംവിധാനം, പിന്നെ നമുക്ക് കിട്ടുന്ന അഡീഷണൽ ക്യാഷ് ഫ്ലോ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ലോൺ എങ്ങനെ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോയ്ക്ക് കമന്റുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ ആസ്ക് റുപ്പി മങ്സ് 8848030018 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യും.